നമസ്കാരം. ഞങ്ങളെ ഈ പുതിയ ചർച്ചയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ അടുത്ത സമയത്ത് മെക്സിക്കോയുടെ തീരത്ത് ഒരുമാതിരി വിചിത്ര മത്സ്യം അടിഞ്ഞതും ആളുകൾ അതിനെ രക്ഷപ്പെടുത്തി കടലിലേക്ക് തന്നെ വിട്ടതും ആ ഒരു വാർത്ത. അതെ കണ്ടിരുന്നു. അപ്പോ ഈ മത്സ്യത്തെ പലരും വിളിക്കുന്നൊരു പേരുണ്ട്, ലോകാവസാന മത്സ്യം, അല്ലെങ്കിൽ ഡൂംസ്ഡേ ഫിഷ് എന്ന് പറയും. എന്തുകൊണ്ടാണ് ഈ പേര്? ശരിയാണ്. ഈ കഥകളുടെയൊക്കെ പിന്നിലെ യഥാർത്ഥ ജീവി അതാണ് ഓർഫിഷ്. ശാസ്ത്രീയ നാമം റെഗളക്കസ് ഗ്ലസ്നെ. നമ്മളിന്ന് അതിനെക്കുറിച്ചാണ് കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കുന്നത്. തീർച്ചയായും. കയ്യിലുള്ള വിവരങ്ങളും ഗവേഷണ റിപ്പോർട്ടുകളും വെച്ച് ഈ ആഴക്കടൽ ജീവി, ഇതിന്റെ പേര്, ഇതിലെ സത്യം, അതൊക്കെ ഒന്ന് നോക്കാം അല്ലേ? ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ഇത് തോന്നുന്നുണ്ടല്ലേ, ഒരു ആകാംക്ഷ, ചിലപ്പോൾ ഒരു പേടി. തീർച്ചയായും. കാരണം ഇതിനെക്കുറിച്ച് ഈ പറയുന്ന നാടോടി കഥകളും പിന്നെ ശാസ്ത്രീയമായ കണ്ടെത്തലുകളും തമ്മിൽ ഒരു വലിയ ഒരു വ്യത്യാസമുണ്ട്. പലപ്പോഴും യാഥാർത്ഥ്യവും ഭാവനയും അങ്ങോട്ട് കെട്ടുപണഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കതൊന്ന് വേർതിരിച്ചെടുക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ ലോകാവസാന മത്സ്യം എന്നത്, ഇതിന്റെ ഒരു ഉത്ഭവം അത് പ്രധാനമായും ജാപ്പനീസ് ഫോക്ലോറിലാണ്, അഥവാ നാടോടി കഥകളിലാണ്. ശരിയാണ്. അവിടെ ഇതിനെ വിളിക്കുന്നത് റൂഗോനൊത്സുക്കായി എന്നാണ്. റൂഗോനൊത്സുക്കായി. റൂഗോ എന്ന് പറഞ്ഞാൽ കടലിന്റെ അടിത്തട്ടിലുള്ള ഒരു സാങ്കല്പിക കൊട്ടാരം. ഓ, അതാണല്ലേ. അതെ. അപ്പോ ഈ പേരിന്റെ അർത്ഥം കടൽ ദൈവത്തിന്റെ കൊട്ടാരത്തിൽ നിന്നുള്ള ദൂതൻ. ദൂതൻ. ഓക്കെ. വിശ്വാസം എന്താണെന്ന് വെച്ചാൽ, ഈ വലിയ ഭൂകമ്പങ്ങൾ, സുനാമികൾ, ഇതിനൊക്കെ തൊട്ടുമുൻപായിട്ട് ഈ ദൂതൻ വരും, ഒരു മുന്നറിയിപ്പുമായിട്ട്. ഒരു സിഗ്നൽ പോലെ. അതെ, ഇത് ജപ്പാനിൽ മാത്രമല്ലോ, ചൈന, തായ്വാൻ, ഇവിടങ്ങളിലും ഏതാണ്ട് ഇതുപോലത്തെ വിശ്വാസങ്ങളുണ്ട്. ഓഹോ. ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി ഒരു രസകരമാവുന്നത്. 2011 ജപ്പാനിൽ ഭയങ്കര ഒരു സുനാമി ഉണ്ടായിരുന്നല്ലോ. ഓർക്കുന്നുണ്ട്. അതിന് കുറച്ചു മാസങ്ങൾക്ക് മുൻപും പിന്നെ 2017 ഫിലിപ്പീൻസിലൊരു വലിയ ഭൂകമ്പം. അതിനു മുൻപുമൊക്കെ ഈ ഓർഫിഷിനെ തീരത്ത് കണ്ടിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകളുണ്ട്. ശരിയാണ്, ആ റിപ്പോർട്ടുകൾ വന്നിരുന്നു. അപ്പൊ ഇത് കേൾക്കുമ്പോൾ, പ്രത്യേകിച്ച് ആ സുനാമിയുടെ കാര്യം, സ്വാഭാവികമായും എന്തോ ഒരു ബന്ധമുണ്ടെന്ന് തോന്നിപ്പോകും അല്ലേ? തോന്നും, തീർച്ചയായും തോന്നും. അത്തരം സംഭവങ്ങൾ ഈ വിശ്വാസത്തിന് ഒരുപാട് പ്രചാരം കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മളിതിനെ ശാസ്ത്രീയമായിട്ട് നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ഈ ഓർഫിഷിങ്ങിന് പ്രത്യക്ഷപ്പെടുന്നതും ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നതും തമ്മിൽ അങ്ങനെ നേരിട്ടൊരു കാരണഫലബന്ധം, ഒരു കോസൽ ലിങ്ക്, അതിതുവരെ തെളിയിക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ, ബന്ധമില്ല, സ്ഥിരീകരിച്ചിട്ടില്ല. എന്നുവെച്ചാൽ ഇതിൽ കുറച്ച് കൗതുകകരമായ സിദ്ധാന്തങ്ങളുണ്ട്, പക്ഷെ അതൊന്നും പൂർണ്ണമായി തെളിഞ്ഞതല്ല. അതെന്തൊക്കെയാണ്? ഒന്ന്, ചിലപ്പോൾ ഈ ഭൂകമ്പങ്ങൾക്ക് തൊട്ടുമുൻപ് കടലിന്റെ അടിയിൽ നേരിയ മർദ്ദവ്യത്യാസങ്ങൾ ഉണ്ടാവാം. അല്ലെങ്കിൽ ഈ ഭൂപാളികൾ തമ്മിൽ ഉരസുമ്പോൾ ചില വൈദ്യുതകാന്തിക തരംഗങ്ങൾ, അതൊക്കെ ഈ ആഴക്കടൽ ജീവികൾക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റുമായിരിക്കും എന്നൊരു ചിന്ത. സെൻസിറ്റീവായിരിക്കാം. അതെ, ഒരു സാധ്യത. പിന്നെ മറ്റൊരു വിശദീകരണം, കുറച്ചുകൂടി ലളിതമായത്, ഈ തീരത്തടിയുന്ന മത്സ്യങ്ങൾ. അവ ഒരു പക്ഷേ പരിക്കേറ്റതോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം ബാധിച്ചതോ ആരോഗ്യമില്ലാത്തതോ ആയ മത്സ്യങ്ങളാവാം. അവയ്ക്ക് ആഴക്കടലിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരും. ശരി. അപ്പോൾ ഒഴുക്കിൽപ്പെട്ട് അങ്ങനെ ഉപരിതലത്തിലേക്കും തീരത്തേക്കുമൊക്കെ എത്തുന്നതാകാം. അങ്ങനെയും സംഭവിക്കാം. 2019 പഠനം വന്നത് പറയുന്നത്, ഈ ബന്ധം, അതായത് ഓർഫിഷും ഭൂകമ്പവും തമ്മിലുള്ള ബന്ധം, അതൊരു മായാക്കാഴ്ചയിലെ പരസ്പര ബന്ധം അല്ലെങ്കിൽ ഇല്യൂസറി കോറിലേഷൻ മാത്രമാവാനാണ് സാധ്യത എന്നാണ്. അതെ, അതെങ്ങനെയാണ്? അതായത് യാദൃശ്ചികമായി ഒരേ സമയം നടക്കുന്ന രണ്ട് കാര്യങ്ങൾ, നമ്മളത് തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് തെറ്റിദ്ധരിക്കുന്ന പോലെ. നമ്മൾ പറയില്ലേ, ഇന്ന ഷർട്ടിട്ടാൽ ഭാഗ്യമുണ്ട് എന്നൊക്കെ, അതുപോലെ. മനസ്സിലായി. അപ്പോ ഈ ഓർഫിഷ് എന്ന് പറയുന്നത് സത്യത്തിൽ എന്താണ്? കാഴ്ചയില് പേരുപോലെ ഭീകരനാണോ? ഭീകരൻ എന്നല്ല, ഒരു അത്ഭുത ജീവി എന്ന് പറയാം. ശാസ്ത്രീയ നാമം റെഗാലെക്കസ് ഗ്ലിസ്നെ. ലോകത്തിലെ ഏറ്റവും നീളമുള്ള അസ്ഥിമത്സ്യം, ബോണി ഫിഷ്, അതിലൊന്നാണ്. ഓ, ഏറ്റവും നീളമുള്ളത്. അതെ. റെക്കോർഡ് ചെയ്തതിൽ വെച്ച് ഏറ്റവും വലുത്, ഏകദേശം 11 മീറ്റർ, 36 അടി നീളം. അമ്പോ. പക്ഷെ സാധാരണ കാണുന്നത് ഒരു 3 തൊട്ട് 8 മീറ്റർ വരെയൊക്കെയാണ്.
ഇവരുടെ താമസം അത് ആഴക്കടലിലാണ്. ഒരു 200 മീറ്റർ തൊട്ട് 1000 മീറ്റർ വരെ ആഴത്തിൽ, സൂര്യപ്രകാശം കുറഞ്ഞ സ്ഥലങ്ങളിൽ. അതെ, ഞാൻ ഈ ചിത്രങ്ങളിലും വീഡിയോകളിലുമൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു വലിയ വെള്ളി നാട പോലെയാണ്, തിളങ്ങുന്ന തൊലിയാണ്, ചെതുമ്പലില്ലാതെ. കറക്റ്റ്. പിന്നെ തല മുതൽ വാലുവരെ നീളുന്ന ഒരു ചുവപ്പ് അല്ലെങ്കിൽ ഒരു പിങ്ക് കലർന്ന ഓറഞ്ച് നിറത്തിലുള്ള ചിറക്, ഡോർസൽ ഫിൻ. തലയുടെ ഭാഗത്ത് ഒരു കിരീടം പോലെ ഇങ്ങനെ പൊങ്ങി നിൽക്കും. കാണാൻ നല്ല രസാണ്. അതെ, കൃത്യമായി പറഞ്ഞു. ആ മുതുകിലെ ചിറകുണ്ടല്ലോ, അതിങ്ങനെ തിരമാല പോലെ ചലിപ്പിച്ചാണിത് നീന്തുന്നത്. മനോഹരമാണത് കാണാൻ. അതിനൊരു പ്രത്യേക പേരുണ്ട്, അമീഫോം നീന്തൽ രീതി, അമീഫോം സ്വിമ്മിംഗ്. ഓ, ഒരുപക്ഷേ ഈ രൂപവും ഈ നീന്തുന്ന രീതിയുമൊക്കെയാവാം പണ്ട് നാവികരൊക്കെ പറഞ്ഞിരുന്ന കടൽനാഗങ്ങൾ, സീ സർപ്പൻസ്, ആ കഥകൾക്ക് പിന്നിലെ ഒരു പ്രചോദനമെന്നും കരുതുന്നുണ്ട്. ആഹാ, കൊള്ളാം. അപ്പോ ഇതിന്റെ ഭക്ഷണമോ? ഭക്ഷണം പ്രധാനമായും പ്ലവകങ്ങൾ, ചെറിയ ചെമ്മീനുകൾ, പിന്നെ മറ്റ് ക്രസ്റ്റേഷ്യനുകൾ, ചെറിയ മീനുകൾ, കണവ, ഇതൊക്കെയാണ്. ശരി, ഇതിനെ ജീവനോടെ കാണാൻ കിട്ടാറില്ല എന്ന് പറഞ്ഞല്ലോ. മിക്കവാറും ചത്ത നിലയിലാണോ തീരത്തടിയുന്നത്? എന്താ കാരണം? അതെ, കാരണം ഇവ ആഴക്കടലിലെ ആ ഉയർന്ന പ്രഷറിൽ ജീവിക്കാൻ ശീലിച്ചവയാണ്. ശരീരം അത്ര ബലമുള്ളതൊന്നുമല്ല. ഓക്കെ. അപ്പോ ഈ ആഴം കുറഞ്ഞ സ്ഥലത്തേക്ക്, പ്രഷർ കുറഞ്ഞ വെള്ളത്തിലേക്ക് വന്നാൽ അധികകാലം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ജീവനോടെ കാണുന്നത് വലിയ വാർത്തയാകുന്നത്. എന്നാലും അപൂർവമായി ജീവനോടെ കണ്ടിട്ടുണ്ട്. 2001-ൽ ബഹാമാസിലെ നേവി ഗവേഷകർ എടുത്ത വീഡിയോ ഉണ്ട്. പിന്നെ 2008-നും 2011-നും ഇടയ്ക്ക് മെക്സിക്കോ ഉൾക്കടലിൽ ROV വെച്ച്, അതായത് റിമോട്ട് കൺട്രോൾ വാഹനം വെച്ച്, അതും വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ആദ്യം പറഞ്ഞ ആ 2025-ലെ മെക്സിക്കോ സംഭവം, ആളുകൾ തിരികെ വിട്ടത്, അതൊക്കെ ഉദാഹരണങ്ങളാണ്. ശരി ശരി. ഒരു കാര്യം ഉറപ്പിച്ചു പറയേണ്ടതുണ്ടല്ലേ, ഈ ലോകാവസാന മത്സ്യം എന്ന പേര് കേട്ട് പേടിക്കേണ്ട, മനുഷ്യർക്ക് ഒരു ഭീഷണിയുമില്ല. ഒട്ടുമില്ല. യാതൊരു തരത്തിലും അപകടകാരിയല്ല, അതുറപ്പാണ്. അപ്പോ ഈ ഓർഫിഷിനെ കുറിച്ച് ഇത്രയൊക്കെ അറിഞ്ഞതിൽ നിന്ന് എന്താണ് നമുക്ക് മൊത്തത്തിൽ മനസ്സിലാകുന്നത്? ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ ആഴക്കടൽ നമ്മുടെ ഭൂമിയിലെ ഏറ്റവും വലിയ ഒരു വാസസ്ഥലം. അതിനെപ്പറ്റി നമുക്ക് എത്ര കുറച്ചേ അറിയൂ എന്നുള്ളതാണ്. ശരിയാണ്. പിന്നെ ഈ അറിയാത്ത കാര്യങ്ങൾ, പ്രകൃതിയിലെ അത്ഭുതങ്ങൾ, അതിനെയൊക്കെ വിശദീകരിക്കാൻ മനുഷ്യൻ എങ്ങനെയാണ് ഈ കഥകളും വിശ്വാസങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നതെന്നും ഇത് കാണിച്ചു തരുന്നു. കറക്റ്റ്. പിന്നെ ശാസ്ത്രത്തിന് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇവയെ പഠിക്കുന്നത് വഴി ആ മെസോപലാജിക് സോൺ എന്ന് പറയുന്ന, അതായത് ആഴക്കടലിലെ ആ മങ്ങിയ വെളിച്ചമുള്ള ഭാഗം, ട്വൈലൈറ്റ് സോൺ. അതെ, ട്വൈലൈറ്റ് സോൺ, അവിടുത്തെ ജീവികളെപ്പറ്റി, അവ എങ്ങനെ അവിടെ ജീവിക്കുന്നു, അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും. ശരി. അപ്പൊ നമുക്ക് ഇതൊന്ന് ചുരുക്കി പറഞ്ഞാൽ, ഓർഫിഷ് എന്നൊരു ആഴക്കടൽ മീൻ, അതിനെ ചുറ്റിപ്പറ്റി ലോകാവസാന മത്സ്യം, ജപ്പാനിലെ റിയൂഗുനുസുക്കായി, അങ്ങനെയുള്ള ചില പേടി തോന്നുന്ന കഥകളുണ്ട്. ഭൂകമ്പത്തിന് മുൻപ് കാണും എന്നൊക്കെ. പക്ഷേ ശാസ്ത്രീയമായിട്ട് അതിന് തെളിവൊന്നുമില്ല. യഥാർത്ഥത്തിൽ ഇത് വളരെ അപൂർവമായി കാണുന്ന, നല്ല ഭംഗിയുള്ള, അപകടകാരിയല്ലാത്ത ഒരു ജീവിയാണ്. ശാസ്ത്രത്തിന് ഒരുപാട് പ്രാധാന്യമുള്ള ഒന്ന്. അതെ, അത് തന്നെ. ഇനി ഒരു അവസാന ചിന്ത കൂടി പറയാം. ഒരു പക്ഷേ ഈ ഓർഫിഷുകൾ മുകളിലേക്ക് വരുന്നത് ഈ പറഞ്ഞ ഭൂകമ്പ സൂചന കൊണ്ടൊന്നുമല്ല. മറിച്ച് കടലിനടിയിലെ മർദ്ദത്തിലോ ചൂടിലോ ഉള്ള വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ അവയുടെ ആവാസവ്യവസ്ഥയിലെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ, രോഗങ്ങൾ, പരിക്കുകൾ, ഇതുകൊണ്ടൊക്കെയാണെന്ന് കരുതുക. ശരി. അങ്ങനെയാണെങ്കിൽ അവ എന്തുകൊണ്ട് എപ്പോൾ ഇങ്ങനെ മുകളിലേക്ക് വരുന്നുവെന്ന് നമ്മൾ പഠിച്ചാൽ, അത് ചിലപ്പോൾ ഭൂകമ്പം പ്രവചിക്കാൻ സഹായിച്ചില്ലെങ്കിൽ പോലും ആ ആഴക്കടലിൽ നമ്മുടെ കണ്ണെത്താത്ത അവിടെ നടക്കുന്ന മറ്റ് ചെറിയ മാറ്റങ്ങൾ, ചിലപ്പോൾ ഈ കാലാവസ്ഥാ മാറ്റത്തിന്റെ ആഘാതങ്ങൾ പോലും, അതിനെക്കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടില്ലേ? അതൊരു നല്ല പോയിന്റാണ്. അതുപോലെ ഇനിയും എന്തെല്ലാം രഹസ്യങ്ങൾ ഇതുപോലെ പുറത്തുവരാൻ കാത്തിരിക്കുന്നുണ്ടാവും ആ ആഴങ്ങളിൽ. ഇത് തീർച്ചയായും ആഴക്കടൽ ഗവേഷണത്തിന്റെ പ്രാധാന്യം എത്രത്തോളമുണ്ടെന്നും നമ്മുടെ അറിവ് എത്ര പരിമിതമാണെന്നും നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, അല്ലേ?